PS സുനിൽകുമാർ പ്രിൻസിപ്പലിന് രാജിക്കത്ത് കൈമാറി. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെ തുടർന്ന് സമ്മർദ്ദത്തിലായിരുന്നു ഡോക്ടർ BS സുനിൽകുമാർ. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഇങ്ങനൊരു തീരുമാനത്തിന് ഇപ്പോൾ എന്തായിരുന്നു കാരണം? സാമ്പത്തികപരമായ കാരണങ്ങളടക്കമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ രാജി കൊടുത്തതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ജോലിയിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളോളമായി ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ആ സമയത്തടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ചോദ്യമുന്നിൽ നിർത്തുന്ന പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു രാജിക്കത്ത് നൽകുന്നതും തുടർന്ന് ഈ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നാണ്. പക്ഷേ ഈ ഒരു ജോലി സമ്മർദ്ദം അടക്കം ഇതിന് കാരണമായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് രാജി അറിയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹരി, വ്യക്തിപരമായ കാരണമാണെന്ന് പറയുമ്പോൾ പോലും സാരംഗ്, തുടരെയുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലയളവായി തന്നെ. അത് തന്നെയാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് തന്നെ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും, പ്രത്യേകമായും പേഴ്സണൽ റീസൺസ് ആണെന്ന് പറഞ്ഞാൽ പോലും. തീർച്ചയായും ഹരി, കാരണം ഇപ്പോൾ നിയമസഭയിലടക്കം ഡോക്ടർ ഹാരിസിന്റെ വിഷയം ചൂണ്ടിക്കാണിക്കുകയും പ്രതിപക്ഷം ഈ ഒരു കാര്യം ആരോഗ്യ മേഖലയടക്കം മൊത്തം ചോദ്യം മുന്നിൽ നിർത്തുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം എടുത്തു കൊണ്ടുവരികയും ഒരുപാട് കാലം ഈ ഒരു വിഷയം പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് വെച്ച് അടക്കം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഒരു ഇത്രയും വലിയൊരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആശുപത്രിയിൽ ഇത്തരത്തിൽ ചികിത്സാ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെക്കുക, ശസ്ത്രക്രിയ മാറ്റിവെക്കുക എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും മറ്റും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അത് നമുക്ക് വ്യക്തമാണ്. തുടർച്ചയായി കുറച്ചു കാലങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു വിവാദങ്ങൾക്കിടയിൽ പെട്ടുകിടക്കുകയാണ്. മറ്റു പല കാര്യങ്ങളിലും നമുക്കറിയാം, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള വലിയ ചികിത്സകളും മറ്റും നടക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളിൽ പെടുമ്പോൾ അത് ജോലിയെ കൃത്യമായി വ്യക്തമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാജിവെച്ചു, രാജിക്കത്ത് പ്രിൻസിപ്പലിന് കൈമാറി. എന്തായാലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും ജോലി സമ്മർദ്ദവും എന്നാണ് രാജിക്കത്തിൽ വിശദീകരിച്ചത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.